ഈ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഗ്ലാമർ ഇല്ല. കാണുന്ന അഡ്വർടൈസിംഗ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, ബട്ട് ആസ് എൻ അഡ്വർടൈസർ യു ആർ ബിഹൈൻഡ് ദ ക്യാമറ. വേർത്ത് ഒലിച്ച് ഓട്ടം ചാട്ടം ഇതൊക്കെ ഉള്ളൂ ബിസിനസ്സിൽ. ഞാനൊരു ഡെലിബറേറ്റ് ഓൺട്രപ്രനർ അല്ല, ഞാനൊരു ആക്സിഡൻ്റൽ ഓൺട്രപ്രനറാണ്. ബട്ട് വാട്ട് മേരി ജോർജ് ബ്രിങ്സ് ടു ദ റൈറ്റിംഗ് ടേബിൾ ChatGPT can't bring. 2 കിലോ സവാളയ്ക്ക് 66 രൂപ എന്ന് പറയുന്ന പോലെ 3 കിലോ ക്രിയേറ്റിവിറ്റിക്ക് ഇത്രയും രൂപ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ക്രിയേറ്റിവിറ്റി ഈസ് ദ 4th largest renewable resource. അവിടെ അവർ നോക്കത്തില്ല പെണ്ണാണോ ആണാണോ. ബോംബെയിൽ ജസ്റ്റ് ഡെലിവർ യുവർ വർക്ക്, ദാറ്റ്സ് ഓൾ ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ. ബോംബെക്കാരാ ജാവോ എന്ന് പറയണം. ജാവോ. Hello, my name is Mary George and I'm 51 years old now, and I'm right now running a branding and advertising agency called UPM Advertising. അപ്പോൾ അത് ചുരുക്കി പറയുമ്പോൾ ഇറ്റ്സ് UPMA, UPMA. അതാണ് അതിൻ്റെ ഒരു ആക്രോണിം എന്ന് പറഞ്ഞാൽ. സോ മാർക്കറ്റിൽ എൻ്റെ എല്ലായിടത്തും അറിയുന്നത്, ഞങ്ങളെ അറിയപ്പെടുന്നത് UPMA എന്നായിട്ടാണ്. UPMA ശരിക്കും സ്റ്റാൻഡ്സ് ഫോർ യു, ഫിലിപ്പ് and Mary. അപ്പോൾ ഫിലിപ്പ് ഇസ് മൈ ബിസിനസ് പാർട്ട്ണർ. വി ബിൻ റണ്ണിങ് ദിസ് പ്ലേസ് 16 കൊല്ലമായിട്ട്. 2008 സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു ചെറിയ അഡ്വർടൈസിങ് ഏജൻസി, അഡ്വർടൈസിങ്ങിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ 2008 ആ ഒരു ഇക്കണോമിക് സിനാറിയോ ഓർമ്മയുണ്ടെങ്കിൽ ആ സമയത്ത് ദർ വാസ് കംപ്ലീറ്റ് ഡിപ്രഷൻ ദാറ്റ് ഹാപ്പൻഡ്, ഒരു റിസെഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വർഷം തന്നെ വി ഹാഡ് ടു ഡൈവേഴ്സിഫൈ ആൻഡ് സ്റ്റാർട്ട് അതർ വെർട്ടിക്കൽസ്. സോ വി സ്റ്റാർട്ടഡ് കോർപ്പറേറ്റ് മെർച്ചൻഡൈസ് ആൻഡ് ദെൻ ഓവർ ദി ഇയേഴ്സ് വി റിയലൈസ് ദാറ്റ് ഞങ്ങൾക്ക് താല്പര്യം, ഞങ്ങളുടെ പാഷൻ, ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് വാസ് ഇൻ ദ ഏരിയ ഓഫ് ബ്രാൻഡിങ്. So we became a full-fledged, full-service branding agency. എല്ലാ പ്രോഡക്റ്റിനോ എല്ലാ സർവീസിനോ എല്ലാ കമ്പനിയും നമ്മൾ തുടങ്ങുമ്പോൾ അതൊരു ബേബി പോലെയാണ്. അപ്പോൾ ഒരു ബേബിക്ക് നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഒരു പേരാണ് കൊടുക്കുന്നത്. പേര് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ അതിനെ പയ്യെ സംസാരിക്കാനും നടക്കാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെയാണ് ബ്രാൻഡിങ്. വെൻ യു സ്റ്റാർട്ട് ആൻ ഓർഗനൈസേഷൻ, ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഗിവ് ഇസ് എ നെയിം. ആൻഡ് ഇന്നത്തെ കാലത്ത് ഒരു പേര് ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേര് കിട്ടാൻ it's the most difficult thing to do. So that's where we come in. ഞങ്ങൾ പേര് തൊട്ട് ഞങ്ങൾ സംടൈംസ് കോയിൻഡ് നെയിംസ് ആണ്, സംടൈംസ് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് പേരുകൾ ഉണ്ടാക്കുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഒരു ബ്രാൻഡിനെ അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ രൂപീകരിക്കുന്നു പറയില്ലേ. അപ്പോൾ ഒരു ലോഗോ ഉണ്ടാക്കും, പിന്നെ അതിൻ്റേതായ സ്റ്റേഷനറി, അതിൻ്റേതായ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽ. ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടുഡേ എസ്പെഷ്യലി post-COVID, it's no longer about print or physical ആയിട്ട് ഒന്നും. It's all digital. So all our area of work also shifted to the digital space post-COVID. So be it online solutions, whether it is social media creatives, whether it is an online brochure, whether it is a digital visiting card, whether it's a website that you need designed. ഈ എല്ലാ കാര്യത്തിലേക്കും UPM offers its creative services and its undivided attention for each of its clients. പണ്ട് ഒരു ചൊല്ലുണ്ടായിരുന്നു that without branding it's like kissing in the dark. Nobody knows what you're doing. So actually it's only when you brand that people know what you do. Let's take anything that you use today. Would you use it if you didn't know that it was reliable? Would you use it? പേര് കേട്ട് അറിയാത്ത പ്രോഡക്ട്സ് നമ്മൾ നമ്മുടെ പിള്ളേരുടെ അടുത്ത് അടുപ്പിക്കുമോ? സോ
ഒരു അറിയപ്പെടാനായിട്ടും നമ്മളുടെ പ്രോഡക്റ്റ് ഓർ സർവീസ് എന്താണെന്നുള്ളതും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിശ്വസിക്കാനായിട്ടും we need to create a brand. A brand is all about a reputation. It builds credibility. And our brand inde our credibility build cheyanayittu oru conversation starting aanu oru branding ennu parayunnathu. So oru solidity, oru background, എപ്പോഴും നമ്മൾ ഒരു എന്താ പറയുക എല്ലാത്തിൻ്റെയും മുൻപും പിൻപും അറിയുന്ന പോലെ എല്ലാ ബ്രാൻഡിനും ഒരു മുൻപും പിൻപും വേണം. അതാരാണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ്, എന്താണ്, എന്തുകൊണ്ടാണ്. ഒരു ബ്രാൻഡിൻ്റെ സ്റ്റോറിയിൽ എപ്പോഴും അതിൻ്റെ വായ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് ബ്രാൻഡിങ് എന്നുള്ള ഒരു എക്സസൈസ് എന്ന് നമ്മൾ പറയുന്നത്. സോ വെൻ വി ഡു ദാറ്റ് സ്റ്റോറി, we make sure that we create that entire story for the customer. I did my home science from St. Teresa's College, Ernakulam. I did my master's from Stella Maris, Chennai, and I did my master's in mass communication from Sophia Polytech, Mumbai. മുംബൈ ആണ് ശരിക്കും മേരി ജോർജ് എന്നുള്ളൊരു പ്രൊഫഷണലിനെ give birth ചെയ്തത്, because that's where I became a professional. My course was a 1-year course, at the end of which I worked with an ad film company. ഞങ്ങൾ ആഡ് ഫിൽംസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. ഞാനൊരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഐ ടെൽ യു, ഇറ്റ് ഈസ് അമേസിങ്. അവിടെ അവർ നോക്കത്തില്ല പെണ്ണാണോ ആണാണോ, അവർ നോക്കത്തില്ല ഏത് ഫാമിലിയിൽ നിന്നാണ്, എന്താണ് കുടുംബ പേര്, ഏത് ലൊക്കാലിറ്റിയാണ്, ഇതൊന്നും അവർക്കൊരു വിഷയമല്ല. ബോംബെയിൽ ജസ്റ്റ് ഡെലിവർ യുവർ വർക്ക്, ദാറ്റ്സ് ഓൾ ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ. സോ ഐ റിമെമ്പർ വൺസ് ഒരു സെറ്റിൽ ഈ പേർക്കിൻ്റെ ആദ്യത്തെ ആഡായിരുന്നു ഹംഗ്രിക്ക എന്ന് പറഞ്ഞൊരു ആഡ്. ഇൻഫാക്റ്റ് അത് പ്രീതി സിൻറ്റയുടെ ആദ്യത്തെ ആഡായിരുന്നു. അത് എൻ്റെ കമ്പനിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഞാനായിരുന്നു അതിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ്. അപ്പോൾ കുറേ പ്ലക്കാർഡ്സ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ആ സെറ്റിൻ്റെ ആൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, യൂനിസ് ഭായ് കബാനെ എപ്പോൾ വരണം ആ പ്ലക്കാർഡ്സൊക്കെ കളക്ട് ചെയ്യാൻ. അപ്പോൾ യൂനിസ് ഭായ് എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു, 3 ബജെ ആജോ. അപ്പോൾ ഈ 3 ബജെ എന്ന് ഉദ്ദേശിച്ചത് 3 മണി ഉച്ചയ്ക്കല്ല, 3 മണി രാവിലെ ആയിരുന്നു ഉദ്ദേശിച്ചത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 3 മണിക്ക് അവിടെ ഉണ്ടാവണം. ആ സെറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് സെറ്റിലേക്ക് പോകണം, എല്ലാം സെറ്റപ്പ് ചെയ്യണം. ഡയറക്ടർ 6:30 മണി 7 മണിയാകുമ്പോൾ ഡയറക്ടറും സിനിമറ്റോഗ്രാഫറും എത്തും. അപ്പോഴത്തേക്കും എല്ലാം ഓർഗനൈസ്ഡ് ആയിരിക്കണം. ദാറ്റ് വാസ് മൈ ജോബ്, ടു മേക്ക് ഷുവർ ദേ വാക്ക്ഡ് ഇൻ ടു എ സെറ്റ് ദാറ്റ് വാസ് ഫുള്ളി ഓർഗനൈസ്ഡ്. ഒത്തിരി ചാലഞ്ചിങ് ആയിരുന്നു, പക്ഷേ അത്രയും തന്നെ എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലേണിംഗ് കർവ് അവിടെയാണ് നടന്നത്. When I was in Mumbai, I got married, and then കുറച്ച് വർഷം കഴിഞ്ഞിട്ട് I got pregnant. പിന്നെ of course you have to come back to your mother's house to have your baby, no? So I came back here to have my baby. പക്ഷേ my baby was a premature baby. മാസം തികയുന്നതിന് മുമ്പ് തന്നെ എനിക്കുണ്ടായ കുട്ടിയാണ്. അപ്പോൾ ഒത്തിരി ചെറിയ ബേബി ആയിരുന്നു വീട്ടിൽ കൊണ്ടുപോയപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് എല്ലാ മാറ്റത്തിനും എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. ദേ സേ ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻസ് ത്രൂ ഡിസ്റപ്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിലും അങ്ങനത്തെ ഒരു വലിയ ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായിരുന്നു. Almost immediately, I think about 4 to 6 months after I had my baby, I got separated and I became a single mother. And that's not a happy situation for anyone. Nobody wants to be in that position, and I found myself പെട്ടെന്ന് തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആയിപ്പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് തിരിച്ച് ബോംബെയിലേക്ക് പോയി ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ അവൻ്റെ ലൈഫും ശരിയാവത്തില്ല, എനിക്കും അത് ഒട്ടും ഫീസിബിൾ അല്ല എന്ന് എനിക്കറിയാമായിരുന്നു. ഇവിടെ ആകുമ്പോൾ എല്ലാം സെക്യൂറാണ്, പേരൻസ് ഉണ്ട്, and my baby was looked after. I brought with myself the Mumbai professionalism and the Mumbai passion, and I became a writer here. So then I shifted, I started writing, and very soon I became a full-fledged copywriter. It's 27 years since I started working. I started working in 1996. ഈ പ്രോഗ്രാം കാണുന്ന മിക്കവരും probably were not even born at that time.
So from 1996 till today, I think I have not worked for 2 months. That's it. All the rest of the time I have been engaged in my career. ഞാനൊരു ഡിലിബറേറ്റ് ഓൺട്രപ്രണർ അല്ല, ഞാനൊരു ആക്സിഡൻ്റൽ ഓൺട്രപ്രണറാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ഫ്ലോർ ഷീറ്റ് ഉണ്ടായിരുന്നു, റൂഫ് ഷീറ്റ് മാത്രം ഉണ്ടായിരുന്നു, ഫേർണിച്ചറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് വിരിച്ചു, പിന്നെ 4-5 കുഷൻസ് ഇട്ടു. എന്നിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ക്ലയൻറ്റ് വന്ന് നിലത്തിരുന്നിട്ടാണ് ഞങ്ങളുടെ ഒപ്പം സംസാരിച്ചത്. ഞങ്ങൾക്കൊരു ഡിസൈനർ ഉണ്ടായിരുന്നു. അപ്പോൾ ഏജൻസിയിലുള്ള ഒറ്റ ചെയർ ആ ഡിസൈനറിനായിരുന്നു, ബിക്കോസ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കാനായിട്ട് ആ ഡിസൈനറിന് ഒരു ചെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര സ്വീറ്റ് സിമ്പിൾ ബിഗിനിങ്സ് ആയിട്ടാണ് ഈ ഏജൻസി സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ഒരു ഏജൻസി നടത്തുന്നത്, എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ നടത്തേണ്ടത്. എൻ്റെ മനസ്സിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. അതായത് വി വിൽ ബി 100% ടാക്സ് കംപ്ലയൻറ്റ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സോ അക്കൗണ്ടിങ് കാര്യത്തിൽ വി വർ വെരി പെർട്ടിക്കുലർ. ഫൈനാൻസസിൽ വി വർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് വി വർ ഓൾവേസ് കംപ്ലയൻറ്റ്, ടാക്സ് കംപ്ലയൻറ്റ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡെലിബറേറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരിക്കലും ഇല്ലായിരുന്നു മനസ്സിൽ. ബിക്കോസ് ഓഫ് നെറ്റ്വർക്ക്സ്, because of the networks, because of the fact that I was born and brought up here, all of us had friends and contacts here. We got business only through word of mouth. So you won't believe it, in the 16 years that I have run UPM, there are only 2 clients who came to us without us. അതായത് ഞങ്ങൾക്ക് പോയി പിച്ച് ചെയ്യേണ്ടി വന്ന 2 clients മാത്രം ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം വേർഡ് ഓഫ് മൗത്ത് ആയിട്ട് വന്ന ക്ലയൻസാണ്. ഞങ്ങളെ അറിഞ്ഞ്, ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ അടുത്ത് അവരുടെ ബ്രാൻഡ്സും അവരുടെ അഡ്വർടൈസിങ്ങും കൊണ്ടുവന്ന് വന്നതാണ്. ഞാനൊരു റൈറ്ററാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ChatGPTയുടെ ആ ഒരു ഇൻട്രൊഡക്ഷനോടെ എല്ലാവരും എന്നെ തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇനി കോപ്പി റൈറ്റേഴ്സിന് ഒരു നിലവാരമില്ല, കോപ്പി റൈറ്റേഴ്സിൻ്റെ കാലം കഴിഞ്ഞുപോയി, ChatGPT വന്നിട്ടുണ്ട്. യു ആർ റോങ്. That's not the case. Even a writer can use ChatGPT to make her work that much more powerful. But what Mary George brings to the writing table, ChatGPT can't bring. And of course, Mary George can utilize the services and the benefits of ChatGPT. So, എന്ത് പറ്റും എന്നറിയാമോ, ഒരു റൈറ്ററിൻ്റെ സ്ഥിതി ഒരു സിറ്റുവേഷനിൽ നോക്കുമ്പോൾ, my writing output has become faster. That's all that's happened. But even today, ChatGPT can't give a headline or a creative name like how my brain can give. And ഞാൻ എന്നെ പൊക്കി പറയുന്നില്ല, ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയുടെ കാര്യം പറയാണ്. It's about even a designer. അവർ പറയുന്നത്, you can design DALL-E and this and that. Artificial intelligence can give you images and create fantastic visuals. But it cannot customize to the extent that branding requires. So for that purpose, I would say everything is a tool that helps constructively, but not a weapon that destroys us. So there's nothing destructive. As long as we make friends with technology, technology will partner us in our work. If we choose to be on the opposite side, then it will be a lifelong struggle, because technology engum pogunnilla. Technology is just going to keep on improving. Putting value to creativity, that's been the greatest challenge of the last 16 years. ഇതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. എപ്പോഴും ഒരു കോസ്റ്റ് കൊടുക്കുമ്പോൾ എല്ലാവരും പറയും, ഒന്ന് കുറയ്ക്കാമോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ക്രിയേറ്റിവിറ്റി സവാളയും തക്കാളിയും കിഴങ്ങും വേ ചെയ്തിട്ട് 2 കിലോ സവാളയ്ക്ക് 66 രൂപ എന്ന് പറയുന്ന പോലെ 3 കിലോ ക്രിയേറ്റിവിറ്റിക്ക് ഇത്രയും രൂപ എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഈ ഒരു മാർക്കറ്റിൽ there is no value attached to creativity, because creativity is intangible. അതൊരു പ്രശ്നമായിട്ട് തന്നെ ഇരിക്കും until we understand that branding and these activities are investments and not expenses. എല്ലാവർക്കും ഒരു ആശയമുണ്ട്,
പക്ഷേ a lot of what we do is education. ബിക്കോസ് ആശയം ഉണ്ടായ പോരല്ലോ, അതെങ്ങനെ അതിൻ്റെ മാർഗം തെളിയിച്ചു കൊടുക്കുന്നതാണ് ഒരു ബ്രാൻഡിങ് കൺസൾട്ടൻറ്റിൻ്റെ ആദ്യത്തെ ജോലി. ആ ഒരു ആശയം മനസ്സിലാക്കിയതിന് ശേഷം then we understand the competition. Once we understand the competition, then we understand their wish list. അതായത് ഇനി എൻ്റെ പ്രോഡക്റ്റിനെ എനിക്ക് ഇവിടെ പൊസിഷൻ ചെയ്യണം, അതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ്, അങ്ങനെയാണ് എനിക്കത് മുന്നോട്ടെടുക്കേണ്ടത് എന്ന് പറഞ്ഞതിന് ശേഷം then we start the creative process. I remember the first time I wrote the brochure for an Ayurveda company. I read 300 pages about Ayurveda first. Because അത് മനസ്സിലാക്കാണ്ട് എനിക്ക് എഴുതാനുള്ള ഒരു റൈറ്റ് ഇല്ല. I don't have the right to write about it. So therefore, everything starts with learning, and then it moves to understanding, and then it translates to creative expression. Clients that I'm very proud and very happy to be associated with is Giridhara Institute. ഞാൻ ആക്ച്വലി ഡോക്ടർ ഗിരിധറിനെ ആദ്യമായിട്ട് കാണുന്ന 8th സ്റ്റാൻഡേർഡിൽ ഞാനും ഡാഡിയും മമ്മിയും കണ്ണ് പരിശോധിക്കാനായിട്ട് പോയപ്പോഴാണ്. അന്ന് ഡോക്ടർ ഗിരിധറിൻ്റെ വീടിൻ്റെ ബാക്കിൽ ഒരു റൂമിൽ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരുന്ന ഡോക്ടർ ഗിരിധർ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏജൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ അങ്ങോട്ട് വിളിച്ചു, എന്നെ ഒരു വെൻഡറാക്കി, അപ്പോൾ ഒരു ക്രിയേറ്റീവ് പാർട്ട്ണറായിട്ടാക്കി. ആൻഡ് അത് കഴിഞ്ഞിട്ട് അത് അവിടെ നിന്ന് മാറിയിട്ടില്ല, അതങ്ങനെ തന്നെ നിലനിർത്തി ഞങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പോൾ എന്ത് പുതിയ പ്ലാൻസ് ഉണ്ടെങ്കിലും ഡോക്ടർ ഗിരിധ അല്ലെങ്കിൽ ഡോക്ടർ കാഞ്ചന എന്നെ വിളിച്ചിട്ട് ഞങ്ങളോട് എല്ലാ ബ്രീഫും തരും. സോ ഫോർ അസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫ്രം എ ക്ലയൻറ്റ് ലൈക്ക് ദാറ്റ് ഇസ് ട്രസ്റ്റ്. We have had the honor of working with Malayalam Manorama, especially MMTV. എല്ലാവരും ആദ്യം അറിഞ്ഞത് മനോരമ ന്യൂസും മഴവിൽ മനോരമ ആയിരുന്നു. പക്ഷേ ഞങ്ങളാണ് MMTVയുടെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയതും ആ ബ്രാൻഡ് അലൈൻ ചെയ്ത് കൊടുത്തത്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദി ജോബ്സ് ദറ്റ് I always fail to mention, but that's a job that we used to do. പിന്നെ DLF എന്ന് പറഞ്ഞ ബിൽഡേഴ്സ് ഉണ്ടായിരുന്നു. DLF ആക്ച്വലി അവർക്ക് നാഷണൽ ഏജൻസി ഉണ്ടായിരുന്നു. പക്ഷേ what happens with the national agency is ഒരു നാഷണൽ ഏജൻസിക്ക് ഒരിക്കലും ലോക്കൽ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ DLF ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു ഹോർഡിംഗ് ക്യാമ്പയിൻ ആയിരുന്നു. സോ വി ഡിഡ് എ ഹോർഡിംഗ് ക്യാമ്പയിൻ ദാറ്റ് വാസ് ഐ തിങ്ക് plastered across Kerala. I think they did about 52 hoardings across Kerala. It was for a property here in Cochin, in Kakinad, and that's how we worked with DLF for a very long time. We have branded a young lady who came to us about 12 years ago, and she said, Mary, I'm going to start my bakery unit in my house. And ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, we had seen her work, and her work was perfection. She was into baking, കേക്ക്സും ഒക്കെ ഉണ്ടാക്കുന്ന ലേഡി ആയിരുന്നു. അപ്പോൾ she said, I need a name for my business. അപ്പോൾ names ആലോചിച്ചു. I think I must have thought about 30 different names for her. But I came to one name and I said, Edible Art. That sounds so nice. And she said, yeah, Mary, my husband also liked it. It sounds nice. But he just wants a little extra to the name. He was saying, can we add a little more extra to the name? And I thought about it and I said, yes, let's call it Incredible Art. Her brand is today one of the most reputed patisseries based in Cochin. She has just opened her own outlet in Forum Mall as well. And Incredible Art today has become an internationally known brand. 8 കൊല്ലം മുമ്പ് ഞങ്ങൾ മെഡിവിഷനെ റീബ്രാൻഡ് ചെയ്തു. ഇന്ന് എവിടെ കണ്ടാലും അത് വൺ ലുക്കിൽ എല്ലാവർക്കും പറയാൻ പറ്റും, അതാണ് മെഡിവിഷൻ. So that was rebranded by us. It was a proud story for us. ഞാൻ പറഞ്ഞില്ലേ, I'm a storyteller. So I find a story everywhere that in every situation. 2 young ladies came to us and told us they wanted to start a business in the hospitality segment. അപ്പോൾ അവർക്കൊരു ബിസിനസ്സിനൊരു പുതിയ പേര് വേണമായിരുന്നു. Again, ഒത്തിരി ആലോചിച്ചു. 2 weeks and both of them are well traveled. അവർക്ക് ചില്ലറ പേരൊന്നും ഒരിക്കലും മതിയാവത്തില്ലായിരുന്നു. സോ അങ്ങനെ ഒത്തിരി ആലോചിച്ചപ്പോൾ ഒരു ദിവസം 2 മണിക്ക് രാത്രി
എനിക്ക് പെട്ടെന്നൊരു പേര് എൻ്റെ മനസ്സിൽ വന്ന് ഞാനത് കുറിച്ചെടുത്തു. ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് ഉടനെ ഞാൻ ആ പേരിട്ടു. ആൻഡ് ഐ സെഡ്, യു നോ വാട്ട് ഗേൾസ്, ദ നെയിം ഷുഡ് ബി ഗസ്ട്രോണമി. So it's not gastronomy, which is the original word, it's gastronomy. What do we mean by creativity? No? What do we mean by it? അതായത് എല്ലാവർക്കും ഒരു പീയൂഷ് പാണ്ഡെ ആവാൻ പറ്റില്ല. അതിൻ്റെ മുമ്പ് പീയൂഷ് പാണ്ഡെയുടെ മുമ്പായിരുന്നു അലക് പദംസി, അല്ലെങ്കിൽ ഒരു ഒഗിൽവി. ഞാൻ അതിൻ്റെ അടുത്തേക്കേ പോയിട്ടില്ല. പക്ഷേ ഈ ഐഡിയാസ് എന്ന് പറഞ്ഞ കാര്യം എവിടെ നിന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ക്രിയേറ്റിവിറ്റി ഈസ് ദ 4th largest റിന്യൂവബിൾ റിസോഴ്സ്. അത് വരുന്നിടത്തു നിന്നും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. അതിനൊരു ടൈം ലാപ്സ് ഇല്ല, ഒരു ഏജ് ബാറില്ല, ഒരു ജെൻഡർ ബാറില്ല, ഒരു ജോഗ്രാഫിക്കൽ ബാറില്ല. ഇറ്റ് വിൽ കം. വെനെവർ എ ക്ലയൻറ്റ് സേസ് എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും പേടിയോ ഭയം തോന്നാറില്ല. ബിക്കോസ് അതേ ബ്രെയിനിൽ നിന്നാണ് അടുത്ത ഐഡിയയും കൂടെ വരുന്നത്. I have been in advertising for 27 years and I don't follow stereotypes, either in my personal life or in my professional life. So stereotyping is a limiting factor and not a liberating factor. And that's what we should remember. So if you want to follow the stereotype, remember, you will be limiting yourself. ഞാൻ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനോട് പറയാൻ താല്പര്യപ്പെടുന്ന ഒരു കാര്യം അതാണ്, never follow the masses. Create your own identity, and it should be an identity that is respectful and that is responsible. Respectful to yourself and responsible to yourself. Adana your identity. Those who want to consider a career in advertising or branding, of course, if that is what you want to do, you must take it up. പക്ഷേ you must understand 2 or 3 things. ആദ്യത്തെ കാര്യം, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിനോട് പറയുന്നത്, ഈ അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞൊരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒട്ടും ഗ്ലാമർ ഇല്ല. കാണുന്ന അഡ്വർടൈസിംഗ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, ബട്ട് ആസ് എൻ അഡ്വർടൈസർ യു ആർ ബിഹൈൻഡ് ദ ക്യാമറ. വേർത്ത് ഒലിച്ച് ഓട്ടം ചാട്ടം ഇതൊക്കെ ഉള്ളൂ ബിസിനസ്സിൽ. നോ സെൻസ് ഓഫ് ടൈം, ബിക്കോസ് യു ഹാവ് ഡെഡ് ലൈൻസ്. ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്താലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ദർ ഈസ് ഓൺലി വൺ തിങ് ദറ്റ് യു ഹാവ് ടു റിമെമ്പർ: കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്, ഇൻറ്റഗ്രിറ്റി. ഇൻറ്റഗ്രിറ്റി മീൻസ് ദാറ്റ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ ഹോൾ ഹാർട്ടഡായിട്ട് വർക്ക് ചെയ്യണം. അല്ലാണ്ട് ഇവിടെ ഒരു കാല് അവിടെ ഒരു വിരൽ, മൂന്നാമത്തെ അടുത്ത് വേറൊരു വിരൽ, അങ്ങനെ പണിയെടുക്കുമ്പോൾ നമ്മൾ തന്നെ സ്പ്ലിറ്റായി പോകും. ഡോണ്ട് ഡൈല്യൂട്ട് യുവർ സെൽഫ്. വട്ട് എവർ യു ഡു ഇറ്റ് വിത്ത് ഫോക്കസ്, ഡു ഇറ്റ് വിത്ത് പാഷൻ. ആൻഡ് ഏത് പ്രൊഫഷൻ ആണെങ്കിലും പാഷൻ എന്ന് പറഞ്ഞ കാര്യം, ദാറ്റ്സ് ദ ഫയർ അണ്ടർ യുവർ ചെയർ. Advertising as an industry is very different in Mumbai and very different in Cochin. ഇവിടെ നമ്മളുടെ പേര്, മേൽവിലാസം, നമ്മുടെ ലുക്ക്, നിറം, മുടി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ ഇതിനൊന്നിനും ഒരു പ്രസക്തിയില്ല. നമ്മൾ എത്ര പണിയെടുക്കുന്നോ അത് മാത്രം അവർ അറിഞ്ഞാൽ മതി. പെർഹാപ്സ് നൗ ഇറ്റ് ഈസ് ചേഞ്ചിങ് ഇൻ കൊച്ചിൻ. സംടൈംസ് ഇപ്പോൾ ഞാൻ യങ് ഗേൾസിനെ കാണാറുണ്ട്, അവർ ബാക്ക് പാക്കൊക്കെ ഇട്ട് നടക്കുന്നത് കോൺഫിഡൻ്റ് ആയിട്ട്. അപ്പോൾ എനിക്ക് തോന്നും, എനിക്കും ഒന്ന് ഒരു 20 years കഴിഞ്ഞിട്ട് കേരളത്തിൽ ജനിച്ചായിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി കൂടെ കംഫർട്ടബിൾ ആയിരുന്നെ. ബട്ട് ഐ എം സോ പ്രൗഡ് ടു സീ ദാറ്റ് ഇപ്പോഴത്തെ യങ് ഗേൾസ്, ഇപ്പോഴത്തെ ആ ഒരു ന്യൂ ജെൻ എന്ന് പറഞ്ഞാൽ അവർ ദേ ആർ സ്റ്റാൻഡിങ് ഷോൾഡർ ടു ഷോൾഡർ, കംപ്ലീറ്റ്ലി അൺഅഷെയിംഡ് and more not ashamed, not shy at all, with so much confidence, and they are now getting out in the world. I think the biggest award that we have, ഞങ്ങൾക്ക് 90% retention rate ഉണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അവാർഡ്. ചില ക്ലയൻസ് ഞങ്ങളുടെ അടുത്ത് വർഷത്തിൽ ഒരിക്കലോ 2 തവണയായിരിക്കും വരുന്നത്. പക്ഷെ അവർ വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരത്തേ ഉള്ളൂ. അതൊരു അവാർഡാണ്. എറണാകുളം മെഡിക്കൽ സെൻറ്റർ probably has got many ad agencies working for them, but every year we make their calendar for them. So Mary as a professional, ഈ പറഞ്ഞ പോലെ 27 years in advertising ആയിരുന്നു. പക്ഷെ Mary as a person എന്നുള്ള ഒരാൾ ഒത്തിരി ബ്രെയിനിൻ്റെ പോർഷൻസ് ആക്റ്റീവാണ്. അപ്പോൾ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ വർഷം പാട്ട് പഠിച്ചതാണ്.
I studied music under Dominic sir. I learned Western music. ഞങ്ങൾ പെർഫോമൻസസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് വൺ ആസ്പെക്ട് ഓഫ് മൈൻഡ് വിച്ച് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ടില്ല, പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. അതല്ലാണ്ട് ഐ ആം വെരി മച്ച് ഇൻ ടു മൈ ബിസിനസ് നെറ്റ്വർക്കിംഗ് ഓർഗനൈസേഷൻ. അതിൻ്റെ ഇറ്റ്സ് കോൾഡ് BNI. BNIയുടെ ഒരു ഫൗണ്ടിങ് മെമ്പറാണ് ഞാൻ. 11 years ago അത് കൊച്ചിയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ മെമ്പറായിരുന്നു. ഇന്നും ഞാൻ അതേ ചാപ്റ്ററിലാണ്. ആൻഡ് ഞാൻ BNIയുടെ റീജിയനിൽ ഞാൻ ട്രെയിനിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്നു, ബ്രാൻഡിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്നു, ആൻഡ് പുതിയ ചാപ്റ്റേഴ്സ് ലോഞ്ച് ചെയ്യാനായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. സോ ഐ എം ദി അസിസ്റ്റൻറ്റ് ഏരിയ ഡയറക്ടർ ഫോർ ലോഞ്ച്, ആൻഡ് ഐ ഓൾസോ ഹെഡ് ദ റീജിയണൽ ട്രെയിനിങ് ടീം ആൻഡ് ദ റീജിയണൽ ബ്രാൻഡിങ് ടീം. സോ ഐ എം എൻ MC, ഐ എം എ moderator. I have been an online moderator for the Times of India. I've done more than 46 webinars for them online. So I also am a voiceover artist. ഞാൻ യങ് ആയിരുന്നപ്പോൾ എൻ്റെ സൗണ്ട് എപ്പോഴും ഭയങ്കര ഹൈ പിച്ചായിരുന്നു മൈക്കിൽ കൂടെ. ഇപ്പോൾ പ്രായമായില്ലേ, എല്ലാം ഉള്ളിൽ തുരുമ്പിച്ചു പോയി. അപ്പോൾ നല്ല സൗണ്ടായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. ഇന്നത്തെ കാലത്ത് എൻ്റെ വോയിസ് മൈക്കിൽ കൂടെ കേൾക്കാൻ ഒരു സുഖമുണ്ട്. സോ ഐ ഡു എ ലോട്ട് ഓഫ് വോയിസ് ഓവേഴ്സ്. So I like doing many things at the same time, but I just make sure that whatever I do, adina enike energy kittanam. Appo pinne then I know that it's something that I should do, because that's when you know that you're in the right place.